ഹലോ, കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊരു ഈസി ആയിട്ടൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി അത് ഞാൻ കോക്കനട്ട് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നന്നായി ഫ്രൈ ചെയ്യണേ. അത് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം അത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്യണം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താൽ ആ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് വരില്ല. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരു മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം, ഒനിയൻ ഇത് രണ്ടും വലുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആദ്യം തന്നെ അധികം ഇടാൻ പാടില്ല, കാരണം നമ്മൾ സോസൊക്കെ ആഡ് ചെയ്യുന്നതല്ലേ. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടീസ്പൂൺ സ്വീറ്റ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ക്യാപ്സിക്കും സവാളയും കൂടി ആഡ് ചെയ്യാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളക്കണം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്താണ്, അതും കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായി വഴറ്റി ആ സമയത്ത് ഈ സോസൊക്കെ ഒന്ന് നന്നായി ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാവും. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു, കാരണം എരിവ് ഇച്ചിരി കുറവായിരുന്നു. എരിവും മധുരവും ഒന്ന് ബാലൻസായി വരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി കുറച്ച് കറുത്ത എള്ളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. വെളുത്ത എള്ളാണ് വേണ്ടത്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറുത്ത എള്ള് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് മല്ലിയിലയും കുറച്ച് സെലറി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വേർഷനാണ് ചില്ലി ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് മില്ലറ്റ് ഉപ്മാവിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാനൊക്കെ നല്ലൊരു കളറുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.